ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂണ് കറിയാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കൂണ് കറി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൂണ് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കണം. അതിനുശേഷമാണ് അത് കഴുകി വാരി എടുത്ത് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ കൂണ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം വയ്ക്കുക. ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നമുക്കത് വറുത്തരച്ചെടുക്കണം. അതെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കൂണുകറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒത്തിരി സമയം കൂടി എടുക്കും. എല്ലാം വഴട്ടി കൂണ് വേകാൻ. നമ്മൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി കറിക്ക് ടേസ്റ്റ് കിട്ടും. കാരണം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അറിയാം, നമ്മൾ മറ്റേ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണേയും കുക്കറിൽ വയ്ക്കുമ്പോഴും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ഇത് ബാലൻസായി പോയിക്കോളും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ. ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായി പോകരുത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അപ്പോൾ കൂടുതലായി പോകരുത്. ഇവിടെ കുറച്ചിട്ടാൽ മതി. അതുപോലെ വറുത്തരയ്ക്കാൻ എടുക്കുമ്പോഴും നമ്മൾ കുറച്ചെടുക്കാവൂ. അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചേർക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി ചേർക്കാം. കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴട്ടാം. അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട, അല്പം മതി. ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിൽ അല്പം പെരിഞ്ചീരം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പം ഗരം മസാല ചേർക്കാം. നമ്മൾ ആ തേങ്ങ വറുത്തരച്ച് വെച്ചത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴട്ടാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വാരി കൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ വെള്ളം അധികം ചേർക്കണ്ട. വെള്ളം ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കറി അത്ര ടേസ്റ്റ് വരില്ല. ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ ഉള്ള അതിൻ്റെ ഒരു അല്പം വെള്ളം ചേർത്ത് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ടാണ് കറി വേണ്ടതെങ്കിൽ അധികം ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നത് നല്ലത്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറിയ ഗ്രേവിയിൽ വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാം. പിന്നെ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് തുറക്കാം, ഇല്ല മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. അങ്ങനെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു 2-3 വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കറി റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനപ്പോൾ ചെറുതായിട്ടൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും കൂണൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ കുക്കറിലുണ്ടാക്കി നമുക്ക് പെട്ടെന്ന് റെഡിയാവും, പക്ഷെ കറിയും നല്ല ടേസ്റ്റിയാണ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിൽ സവാള എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ എല്ലാം വഴട്ടിയിട്ട്, അപ്പോൾ കുറച്ചും കൂടി സമയമെടുത്ത് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയായാലും നമുക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.